ഹേ ഓൾ. അപ്പോൾ ക്ലാസ് 9 പഠിക്കുന്ന മിടുക്കികളും മിടുക്കന്മാരായിരിക്കും മിസ്സിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഫൗണ്ടേഷൻ പഠിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നവരാണോ? അതായത് നിങ്ങളെ 10th ഫൗണ്ടേഷനിലേക്കാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ സിലബസുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. സ്ക്രീനിങ് ടെസ്റ്റ് നടക്കാൻ പോവുകയാണ്. ഓൺലൈൻ ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് October 27th ഓഫ്ലൈൻ ആയിട്ടുള്ളത് September 29th ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും അത് അറ്റൻഡ് ചെയ്യാൻ ഓക്കെ ആണ്, റെഡി ആണെന്നുണ്ടെങ്കിൽ മിസ് ഇവിടെ ഫിസിക്സിൻ്റെ സിലബസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാലേ എത്രയും കുറേ ആഗ്രഹങ്ങളുള്ള എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ ബേസാണ്. നമുക്ക് നമ്മുടെ ബേസ് സെറ്റ് ആയിട്ടുണ്ടെങ്കിലാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഏതൊരു ക്ലാസ്സിലേക്കും ഏതൊരു എക്സാംസും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ കോഴ്സ് ബ്രില്യൻറ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എക്സാമിന് നല്ല രീതിയിൽ പഠിച്ച്, ഫിസിക്സ് ആണ് ഇപ്പോൾ മിസ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫിസിക്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലേ, കോൺസെപ്റ്റും അതുപോലെ തന്നെ സൊല്യൂഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒരുപോലെ സെറ്റായാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാംസിന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിസ് ഇവിടെ നമ്മുടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സിലബസ് എന്താണെന്നുള്ളത് മിസ് ഇവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ സിലബസിൽ ഫസ്റ്റ് വരുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈറ്റ് എന്ന് പറയുന്ന പോർഷനാണ്. അപ്പോൾ ലൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണെന്ന് അറിയാം. അപ്പോൾ ലൈറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ലെൻസസ് ഉണ്ട്, എന്തൊക്കെയാണ് സ്പെറിക്കൽ മിറർ, എത്ര ടൈപ്പ് ഓഫ് സ്പെറിക്കൽ മിറർ ഉണ്ട്, അതുപോലെ അതിൻ്റെ ബേസിക് പാരാമീറ്റേഴ്സ്, ഫോക്കൽ ലെങ്ത് എന്താണ്, കർവേച്ചർ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഫ്ലക്ഷൻ എന്താണ്, റിഫ്രാക്ഷൻ എന്താണെന്നുള്ളത് കൂടി പഠിക്കാം. അതിലാണ് നമുക്ക് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വരിക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ് അത്. അതുകൂടാതെ നെക്സ്റ്റ് വരുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതായത് നിങ്ങൾക്ക് എയറിൻ്റെ ആണെങ്കിലും അതുപോലെ ഗ്ലാസിൻ്റെ, അങ്ങനെ എല്ലാത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്നൊരു ക്ലാരിറ്റി വേണം. അതുകൂടാതെ പിന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിൽ കുറേ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പഠിച്ച് ഇരിക്കണം. അപ്പോൾ ലൈറ്റിൻ്റെ ചാപ്റ്ററിൽ ഇത്രയാണ് നിങ്ങൾ കൂടുതലായിട്ടും നോക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ഒരു കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഭാഗമായിരിക്കും ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് എന്താണ് ഫോഴ്സ്, അല്ലെങ്കിൽ എത്ര ടൈപ്പ് ഓഫ് ഫോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഇഫക്ട്സ് എന്താണ്, ഒരു ഫോഴ്സ് കാരണം എന്തൊക്കെ ഇഫക്ട്സുകൾ ഉണ്ടാകുന്നുണ്ട്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ തന്നെയാണ്. അതുകൂടാണ്ട് ഇനി വരുന്നതാണ് ത്രസ്റ്റ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ടോപ്പിക്ക്. നമ്മൾ ഫോഴ്സിനെ കുറിച്ചൊരു തറോ ഐഡിയ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രഷറിലേക്ക് കിടക്കാം. പ്രഷറിൽ ത്രസ്റ്റ് ഫോഴ്സ് എന്താണെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണം, അതുപോലെ പ്രഷർ എന്താണെന്നും. പിന്നെ അതുകൂടാതെ പ്രഷർ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രഷർ ഉണ്ടല്ലേ, ലിക്വിഡ് പ്രഷർ ഉണ്ട്, അതുപോലെ തന്നെ ലിക്വിഡ് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അങ്ങനത്തെ ഏരിയാസൊക്കെ നിങ്ങൾ നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. പിന്നെ അതിൽ തന്നെ വരുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും വേണ്ട ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ അതിന് വേണ്ട യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫ്രിക്ഷൻ കമ്പാരിറ്റീവ്ലി ഇത്തിരി ഈസി ടോപ്പിക്കാണ്, കൂടുതൽ തിയറട്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ അതിൽ നമുക്ക് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്താണെന്ന് പഠിക്കേണ്ടി വരും. അതുപോലെ ഫ്രിക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണ്, അതും നിങ്ങൾക്കൊരു ധാരണ വേണ്ടത് നല്ലതായിരിക്കും. പിന്നെ അപ്പോൾ ഫ്രിക്ഷൻ്റെ ടോപ്പിക് ഏകദേശം ക്ലിയർ ആണ്, കൂടുതൽ തിയറട്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇനി മോഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ചാപ്റ്ററാണ് മോഷൻ. അതിൽ വേണ്ട ബേസിക് പാരാമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, സ്പീഡ്, അതുപോലെ വെലോസിറ്റി. അത് കഴിഞ്ഞിട്ടാണ് ആക്സിലറേഷനിലേക്ക് വരിക. അപ്പോൾ ആക്സിലറേഷനൊക്കെ നല്ല രീതിയിൽ പഠിച്ചു വെച്ചാൽ അതിന് കുറേ പ്രോബ്ലംസ് വരും. അപ്പോൾ അത് ചെയ്യാൻ നിങ്ങൾക്ക് നല്ലതായിരിക്കും അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ വരുന്നത് ഗ്രാഫ്സ് ആയിരിക്കും, അതായത് പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. ആ ഗ്രാഫുകളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കണം. അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത് നല്ലൊരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരാൻ നല്ലതാണ് കേട്ടോ. പിന്നെയാണ് 3 ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മൾ ഗ്രാഫിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന 3 ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ V=U+AT, അങ്ങനെ 3 ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. ആ 3 ഇക്വേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും നിങ്ങൾ നല്ല രീതിയിൽ നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളിപ്പോൾ നമ്മുടെ സിലബസിൻ്റെ ഓൾമോസ്റ്റ് 90% കവർ ചെയ്തു. ലാസ്റ്റ് വരുന്നതാണ് ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ. അപ്പോൾ ഫോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ, അതിൻ്റെ ഇഫക്ട്സ് എന്താണ്, ബാലൻസ്ഡ് ഫോഴ്സ് എന്താണ്, അൺബാലൻസ്ഡ് ഫോഴ്സ് എന്താണ്, അതൊക്കെ ഒരു ധാരണയുണ്ടെങ്കിൽ അതിനൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട ഒരു വലിയൊരു സെക്ഷനാണ് നമ്മുടെ ന്യൂട്ടൻ്റെ ലോസ്. ന്യൂട്ടൺ ഫസ്റ്റ് ലോ, ന്യൂട്ടൺ സെക്കൻഡ് ലോ, തേർഡ് ലോ, 3 ലോസും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. പിന്നെ ന്യൂട്ടൺ ഫസ്റ്റ് ലോയിൽ നമുക്ക്
അറിയാം ഇനേർഷ്യനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇനേർഷ്യയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇനേർഷ്യ എന്താണ്, അതുപോലെ മാസിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്കൊരു നല്ല ധാരണ വേണം. പിന്നെ ഇമ്പൾസ്, സെക്കൻഡ് ലോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങൾ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഫിസിക്സിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫിസിക്സിൽ നിങ്ങൾ കവർ ചെയ്യേണ്ട ടോപ്പിക്ക്. അപ്പോൾ നമുക്കറിയാം ഫിസിക്സിൻ്റെ പ്രത്യേകത എന്താണ്, നമുക്ക് കോൺസെപ്ച്വലി ആണെങ്കിലും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങിലും നമുക്ക് നല്ല സ്കില്ല് വേണം. അപ്പോൾ നിങ്ങൾ ഈ തന്നിരിക്കുന്ന സിലബസിലെ എല്ലാ കോൺസെപ്റ്റുകളും ക്ലിയർ ചെയ്ത് അതിലത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ടല്ലേ, അതിൻ്റെ സൊല്യൂഷനൊക്കെ ചെയ്ത് നോക്കണം. അതിനുവേണ്ടി ഹെൽപ്ഫുള്ളായിട്ട് നമ്മുടെ മോക്ക് ടെസ്റ്റ് വരെ നമ്മുടെ ബ്രില്യൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങളൊരു നല്ല സെറ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഈ എക്സാം ക്വാളിഫൈ ചെയ്യണം എന്നാണ് മിസ്സിൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങളെല്ലാവരും അടുത്ത വർഷം ബ്രില്യൻറ്റിൽ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതി പാസ്സാവട്ടെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.